ഹലോ എവ്രി വൺ, അവരോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുവൈറ്റ് എംഒഎച്ചിൻ്റെ ഇൻ്റർവ്യൂ നാട്ടിൽ നിന്ന് വളരെ സ്ലോയിലാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇൻ്റർവ്യൂ കോൾസൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷേ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ടായിരുന്നു. ലോക്കലി ഇൻ്റർവ്യൂസും അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റ് എല്ലാം നടക്കുന്നുണ്ടായിരുന്നു ഏപ്രിൽ വരെ. അതിനുശേഷം കാര്യങ്ങളൊക്കെ അല്പം സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേറ്റ്സ് വളരെ കുറവാണ്. എങ്കിലും എൻ്റെ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ ഇമെയിലൊക്കെയായി ചോദിച്ചിരിക്കുന്ന പല ചോദ്യങ്ങൾക്കും വീണ്ടും ഉത്തരം തരണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചില ക്വസ്റ്റ്യൻസിനെല്ലാം ഓൾറെഡി ഉത്തരം കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും പൊതുവേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന ഏജ് ലിമിറ്റാണ്. ഒരുപാട് വീഡിയോസിൽ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ്സ് 40 വരെ ആയിരുന്നു ഇവിടെ. പക്ഷേ 45 ഇയേഴ്സ് വരെ കുവൈറ്റ് എംഒഎച്ചിൽ ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവർക്ക് അവൈലബിൾ അല്ലെങ്കിൽ മോർ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, യങ്ങർ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവരുടെ പ്ലാൻ എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഡിപ്ലോമ നേഴ്സസ്, BSc നേഴ്സസ്, അതിനെക്കുറിച്ചുള്ളൊരു ക്ലാരിഫിക്കേഷൻ ചിലർക്കൊക്കെ ഇൻഫർമേഷൻ കിട്ടി എന്ന് പറയുന്നു. പക്ഷേ ഒഫീഷ്യലി എനിക്ക് ഇതുവരെയും അതിനുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അതുമാത്രവുമല്ല, എംഒഎച്ചിന് എപ്പോൾ വേണമെങ്കിലും GNMനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ ഡിപ്ലോമക്കാരെ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും അവർ നിയമം മാറ്റുമോ എന്നറിയത്തില്ല. പക്ഷേ പല ഡിപ്ലോമ നേഴ്സസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇനി പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ഫെയിലായിപ്പോയി, അതിനുശേഷം നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിലവിലത്തെ അവസ്ഥയിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്നും ഇൻ്റർവ്യൂ സെലക്ഷൻ ആകാതെ കുവൈറ്റിൽ വന്ന് ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂ നടത്തുകയും പുള്ളിക്കാരിക്ക് മറ്റു പല പ്രശ്നങ്ങളാൽ അവർക്ക് സെലക്ഷൻ ആവാതിരിക്കുകയും ചെയ്തു. അങ്ങനെ കുവൈറ്റിൽ വന്നതിന് ശേഷം അപ്ലൈ ചെയ്ത കാര്യം എനിക്കറിയാം. പക്ഷേ നാട്ടിൽ നിന്നും വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചാൻസ് കുറവാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് PCC വിസ വരുന്നതിന് മുൻപ് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. PCC വിസ വരുന്നതിന് മുമ്പ് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. വിസയുടെ കോപ്പിയൊന്നും PCC എടുക്കാൻ വേണ്ടി നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വിസ വന്നതിന് ശേഷം PCC എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഞാൻ എംഒഎച്ചിലാണോ വർക്ക് ചെയ്യുന്നതെന്ന്. അത് 2005 മുതൽ കുവൈറ്റ് എംഒഎച്ചിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. ഞാൻ ഭാഗ്യം എന്ന് തന്നെ പറയുള്ളൂ. മറ്റു പലർക്കും ബുദ്ധിമുട്ടുള്ള ഏരിയാസും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കുവൈറ്റ് എംഒഎച്ചിൽ ജോലി ഇപ്പോഴും എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 20 ഇയേഴ്സായിട്ട് കുവൈറ്റ് എംഒഎച്ചിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് കുവൈറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ എത്ര പൈസയാകും എന്നുള്ളത്. ഇവിടുത്തെ ഒരു ഇതനുസരിച്ച് 5 KD ആകും ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനായിട്ട്. നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന എല്ലാ സർട്ടിഫിക്കറ്റും നമ്മളിവിടെ അറ്റസ്റ്റ് ചെയ്യണം. 1 KD ഈസ് ഈക്വൽ ടു ഓൾമോസ്റ്റ് 270 to 275 റുപ്പീസ്. അത് എക്സ്ചേഞ്ച് റേറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ കുറയും. അപ്പോൾ നിങ്ങൾക്കതനുസരിച്ചുള്ള പണം നിങ്ങളുടെ കയ്യിൽ കരുതണം. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും കുവൈറ്റ് എംഒഎച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾക്ക് വൺസ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴും പിന്നീട് എന്ന് റെസിഗ്നേഷൻ കൊടുത്ത് ഇവിടുന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ആ സമയത്തും ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ കുറേ പേരുടെ സംശയമാണ്, പല സ്ഥലങ്ങളിലും അവർക്ക് എംബസി ഇല്ലാതെയും അല്ലെങ്കിൽ അറ്റസ്റ്റ് ചെയ്യാതെ അവിടുന്ന് ഇപ്പം ഈ GCC രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്ത് നാട്ടിലെത്തി, ഇനിയിപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ആളുകളുടെ ഒരു സംശയമാണ് എന്താണ് ചെയ്യേണ്ടത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാലിഡായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കൗണ്ട് ചെയ്യുകയില്ല എന്നുള്ളതാണ്. BSc നേഴ്സസിന് എക്സ്പീരിയൻസിന് ഓരോ വർഷത്തിനും അവർ പ്രത്യേകം ആണ് പേയ്മെൻറ്റ്. അങ്ങനെയുള്ള ഇതൊക്കെ സിറ്റുവേഷനിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് അനുസരിച്ച് അവർ നിങ്ങൾക്ക് സാലറി തരും. പക്ഷേ നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സാലറി അല്ല ഇവിടെ വരുമ്പോൾ ഫൈനലൈസ് ആയിട്ട് കിട്ടുന്നത്. അതിനുശേഷം പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും അനുസരിച്ചാണ് സാലറി കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സാലറിയേക്കാൾ കൂടുതൽ കിട്ടാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. ഫാമിലി വിസയുടെ കാര്യം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഫീമെയിൽ നേഴ്സസിന് ഇതുവരെയും ഫാമിലി വിസ ഓപ്പൺ ആയിട്ടില്ല. ഇനി എന്തെങ്കിലും ഓപ്പൺ ആകുമോ എന്നറിയില്ല. ഇതുവരെയും മെയിൽ നഴ്സസിന് മാത്രമാണ് ഫാമിലിയെ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് പേപ്പർ വർക്കും അതുപോലെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യാനായിട്ട് മിനിസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമോ എന്നാണ് ഒരാൾ ഇമെയിൽ ചോദിച്ചിരിക്കുന്നത്.
ഇവിടെ വന്നതിന് ശേഷം മിനിസ്ട്രിയിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആളൊന്നും വരില്ല. നമ്മളൊരു ഹോട്ടലിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് ഇതുപോലെ നേരത്തെ വന്ന നേഴ്സസും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന നേഴ്സസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പേപ്പർ വർക്കും പ്രോസസ്സിങ്ങും ഫോർമാലിറ്റീസൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അവരുടെ ഹെൽപ്പ് എടുക്കാം. അങ്ങനെ ചോദിച്ചൊക്കെയാണ് എല്ലാവരും ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒട്ടും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് മലയാളീസ് തന്നെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. അതുകൊണ്ട് അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരാൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ വന്നാൽ നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ടാക്സ് ഇല്ലാത്തൊരു സാലറിയാണ് ആസ് ഓഫ് നൗ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാലറിയിൽ നിങ്ങളുടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെങ്കിൽ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ഫ്രീ ആണ്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പെൻസസ് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും സേവ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ എക്സ്പെൻസിൻ്റെ കാര്യം വളരെ വ്യത്യാസമാണ്. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ BSc നേഴ്സാണ്, ഇനി എന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുമോ എന്നുള്ളത്. ഇൻ്റർവ്യൂ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ലോ ഡൗൺ ആണ്. വൺസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ വിളിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻസ് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. Thank you for watching.